മലയാളികൾക്ക് വളരെയധികം ഇഷ്ടവും അതുപോലെ മലയാളികൾക്ക് ഒരുപാട് ഗായകന്മാരെ സ്വന്തമായി തന്നിട്ടുള്ളൊരു ഷോ കൂടിയാണ് ഐഡിയ സ്റ്റാർ സിംഗർ. ഇപ്പോഴും വളരെയധികം സീസണായി മുൻപോട്ട് പോകുമ്പോഴും 2009 പുറത്തു വന്ന സീസണിലെ ഒരു മത്സരാർത്ഥിയുടെ ജീവിതത്തിലെ സന്തോഷ വാർത്ത ഇപ്പോൾ മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിൽ എലിമിനേഷൻ റൗണ്ടുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർമ്മിച്ചിരിക്കുന്നതും എന്നാൽ അന്ന് എല്ലാവരും ടി വിയുടെ മുൻപിലിരുന്ന് കരഞ്ഞതുമായിരുന്നു രാഹുൽ സത്യനാഥൻ എന്ന യുവാവ് എലിമിനേറ്റായി പോയപ്പോൾ. അന്ന് എലിമിനേറ്റായി പോയ യുവാവ് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സംഗീതം മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടുപോയി ഇപ്പോഴിതാ അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തൻ്റെ ജീവിതത്തിൽ ഒരാളെയും കൂടി കഴിഞ്ഞ ദിവസം കൂടെ കൂട്ടി. ശ്രുതി എന്ന പേരുള്ള ഒരു ഡോക്ടർ കുട്ടിയെയാണ് രാഹുൽ സത്യനാഥൻ വിവാഹം കഴിച്ചത്. പക്ക അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഞങ്ങളുടെ വിവാഹമെന്ന് അവർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരോടും പറഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള റിസപ്ഷനിൽ രാഹുൽ ഭാര്യയ്ക്കായി സമ്മാനിച്ചത് ഒരു അപൂർവമായ സമ്മാനം തന്നെയാണ്. ഭാര്യയ്ക്ക് വേണ്ടി പാട്ടുപാടി വേദിയിൽ ഭാര്യയുടെ സന്തോഷം കാണുകയായിരുന്നു രാഹുൽ ചെയ്തത്. 2009 സീസൺ വളരെയധികം തന്നെ പ്രശസ്തമായ ഒരു സീസണായിരുന്നു. ആ സീസണിലെ രാഹുൽ സത്യനാഥിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് മറക്കാനാകില്ല. രാഹുൽ സത്യനാഥൻ അന്ന് ഔട്ടായപ്പോൾ ഞങ്ങൾ എല്ലാവരും കരഞ്ഞത് ഞങ്ങൾക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഓർമ്മിച്ചേ മതിയാകൂ. കാരണം അത്രമാത്രമായിരുന്നു അന്നത് വിഷമമായി മാറിയത്. ആ എലിമിനേഷൻ വളരെയധികം ഞങ്ങൾ വെറുത്തിരുന്നു. അന്ന് അദ്ദേഹം എലിമിനേറ്റ് ചെയ്യേണ്ട ആളെ അല്ലായിരുന്നു എന്ന് ഇപ്പോഴും തോന്നുന്നുണ്ട്. അത്ര നന്നായി തന്നെയായിരുന്നു പാടിയിരുന്നത്. എന്നാൽ അന്നൊക്കെ വോട്ടിംഗ് സിസ്റ്റം അത്രമാത്രം ശക്തമാണ്. നമുക്ക് അറിയില്ല എങ്ങനെയാണ് വോട്ടിംഗ് മാറുക എന്നത്. എലിമിനേഷൻ റൗണ്ടിൽ മറ്റാരെങ്കിലും പ്രീതിയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു വോട്ട് കൂടുതലാണെങ്കിൽ പോലും അത് ഔട്ടാണ്. അത്തരത്തിലേക്കുള്ള കാര്യങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. രാഹുലിന് വേണ്ടി ഞാൻ എന്തോരം വോട്ട് ചെയ്തിട്ടുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് എത്തുന്നത്. 2009 ഐഡിയ സ്റ്റാർ സിംഗറിലാണ് രാഹുൽ സത്യനാഥൻ എത്തിയിരുന്നതെങ്കിലും ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് എന്ന് രാഹുൽ പറയുന്നുണ്ട്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് ഞങ്ങളുടേത്. എന്നാൽ ഞങ്ങൾ പരസ്പരം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ഫ്ലവേഴ്സിലും അതുപോലെ നിരവധി ഷോകളിലും താരം എത്തിയിട്ടുമുണ്ട്. ഒരു പാട്ടുകാരനും അതുപോലെ ലൈവ് പെർഫോമറും മ്യൂസിക് പ്രൊഡ്യൂസറും ഒക്കെയാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 മത്സരാർത്ഥിയായിരുന്ന അദ്ദേഹം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് എന്നത് വളരെയധികം തന്നെ നല്ലൊരു കാര്യമായി പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആശംസാ പ്രവാഹമായി നിരവധി പേരാണ് താരത്തിനോടൊപ്പം എത്തുന്നത്. താരത്തിന്റെ വാർത്തകൾ വളരെയധികം സ്നേഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.